ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Vinisdine. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസ് ആണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുത്തു. പെരിഞ്ജീരകം, ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. ജിഞ്ചർ ഒന്ന് മൂത്ത് വരണം, ചെറുതായിട്ട് ഒരു മൂത്ത മണം വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി 2 എണ്ണം നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്ന ഗാർലിക്കാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. അതും എല്ലാം ഒന്ന് മൂത്ത് ഒരു മണം വരണം. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. രണ്ട് വലിയ സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഓനിയൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറണം നന്നായിട്ട്. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൊറിയൻഡർ പൗഡർ ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം, പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട്. ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ പൊട്ടറ്റോ ആണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കളറുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. ഇതാ നോക്കിക്കേ, ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. തേങ്ങാപ്പാൽ 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്.
തേങ്ങയുടെ രണ്ടാം പാല് 1.5 കപ്പ് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് നോക്കിക്കേ, ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇതായിപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നോക്കിക്കേ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് മിൽക്ക് 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നല്ലൊരു തിള വരുന്നിടം വരെ നമ്മൾ ചൂടാക്കി എടുക്കണം. ഇപ്പോൾ പതുക്കെ തിള വരുന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് നോക്കിക്കേ, സ്വാദിഷ്ടമായ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നോക്കി, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.